രാത്രി നമ്മളൊരു 1.5 മണിക്ക് ഷൂട്ട് ചെയ്യുക. 1.5 മണിക്ക് ഷൂട്ട് ചെയ്ത് ഇവർക്ക് അങ്ങനെ ഉറക്കുളച്ചുള്ളവരുടെ ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ഒരു ബ്ലോക്ക് 1.5 മണി കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞ് എൻ്റെ ഇത് തീർന്നാൽ മതിയായിരുന്നു വീട്ടിൽ സിനിമ. അപ്പൊ ഇവ മോനെ അങ്ങനെ പറയല്ലോ വെച്ചാൽ പോട്ടോ ഈ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ കുറച്ചു വേറെ പടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ സീനിയറല്ലേ, നീ അതുപോലെയാണോ, നീ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ, നീ ഇപ്പൊ തന്നെ കാര്യം പറയാൻ പാടോ. അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും പരിപാടി ഒക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പോൾ തന്നെ ധ്യാനൊക്കെ ഈ പറഞ്ഞ് ബഹുമാനമൊന്നുമില്ല. ധ്യാനൊക്കെ എടുത്തിട്ട് ധ്യാനല്ലാതെ എനിക്കോട് വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടന്നേ. അതല്ല, ഇവർക്ക് ഇത്ര ക്ഷമയുണ്ടായിരുന്നു ഇവൻ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ക്ഷമ അല്ല എല്ലാവർക്കും ക്ഷമയുണ്ടായി. പക്ഷെ വേറെ പറയാതിരിക്കാം. എന്നുവെച്ചാൽ ഇപ്പൊ ഇവരിപ്പോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലേ നമ്മൾ പല ആൾക്കാരെയും നമ്മൾ ഫസ്റ്റ് ന്യൂ കമേഴ്സ് ആയിട്ട് കാണുന്നതിൽ ഇവർ വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് അതിട്ട് നമ്മളല്ലേ നിരന്തരമായിട്ട് ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നോണ്ടായിരിക്കാം അങ്ങനെ ഒരു എന്താ പറയാ നമ്മളൊരു പുതിയ ആൾക്കാർ ചെയ്യുന്ന ഒരു പകപ്പില്ലായിരുന്നു ഇവര് ചെയ്യുമ്പോ ഒന്നും. അതില്ല. ഇവരുടെ അഭിനയം കണ്ടപ്പോ ഞങ്ങൾക്ക് ആ പകപ്പായത്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എന്തോ നീ കാണിക്കണം പുകഴ്ത്തിക്കൊണ്ട് അവരിങ്ങനെ ആദ്യത്തെ ദിവസം ഇങ്ങനെ സൈലന്റ് ആയിരുന്നു, ഒന്ന് മാത്രം ടേക്ക് പോയി, പിന്നെ ശരിയായി. ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. കണ്ടാ പടി അവൻ പറഞ്ഞേട്ടാ അടിക്കണം. അവനപ്പോ ഓരോ ക്യാരക്ടേഴ്സിന്റെ നെയിം അനുസരിച്ച് ഞാൻ മാറും. 2 ദിവസം റീഷൂട്ട് ചെയ്തതാണ്. ഫസ്റ്റ് 2 ദിവസം മാറ്റിയത് ക്യാരക്ടർ മാറിയെന്ന്. ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല ഇവൻ അടുത്ത ഫസ്റ്റ് ദിവസം 2 ദിവസം റീഷൂട്ട് ചെയ്തു. കാരണം ഇവൻ ക്യാരക്ടറായിട്ട് മാറിപ്പോയി നിക്കുക. ക്യാരക്ടറായി മാറി എവിടെ പോയി നിൽക്കുക. അഭിനയിക്കാൻ വിളിച്ചിട്ടും വരുന്നില്ല. മാറി ഫസ്റ്റ് 2 ദിവസം കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇഷ്ടമല്ല. കാരണം വെച്ചാ പിന്നെ അങ്ങോട്ട് അങ്ങനത്തെ അല്ല. അത് എന്റെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 2 ദിവസം ഇവർക്ക് ഉണ്ടായ ഹെവി എന്ന് വെച്ചാ ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് 3-ാമത്തെ ദിവസം ഡയലോഗ് കട്ട് ചെയ്ത് ഇതൊന്നും കൊടുത്തില്ല. ഡയലോഗ് ഒക്കെ വിട്ട് പിന്നെ 3-ാമത്തെ ദിവസം അറിയാം പടം കാണാന്നാ. രണ്ടുപേർക്കും ഉണ്ട്. ഷാബാസിനുണ്ട്. നമ്മളിതിനകത്ത് കൂടുതലൊന്നും ചെയ്തില്ല. എല്ലാം ധ്യാൻചേട്ടനാണ് ഇതിനകത്ത് ചെയ്തത്. ഈ പടം മൊത്തം ധ്യാൻചേട്ടന്റെ മുൻകൂർ ജാമ്യം. നമ്മളിതിനകത്ത് നമ്മള് ഫസ്റ്റ് ഒരു പടം നമ്മള് ചെയ്തു പോയി. നമ്മളാ ടീം മൊത്തം ഈ പടം തലയിരിക്കുന്ന ധ്യാൻചേട്ടന്റെ തലയിലാണ്. പിന്നെ ഫുൾ നായകനല്ലേ, നമ്മളെ സീൻ വരെ പുള്ളി അതിനകത്ത് കൈയിട്ട് പുള്ളിയുടെ സീനാക്കി മാറ്റി അതും വാങ്ങിച്ചെടുത്തത്. ഇത്ര സിനിമയുടെ ധ്യാന പിന്നെ ഇവരുടെ സിനിമകളും മേടിക്കണം എന്തിനാ? ഇല്ലാത്ത സീനിൽ വരെ ഇവനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവനെ ഇല്ലാത്ത അല്ലേ ഇല്ലടാ ഒരു സീനിലൊക്കെ വിളിച്ചു വരുത്തി അവനെ ഞാൻ കണ്ടാ ഞാൻ കൈവെള്ള കൊണ്ടു നടക്കായിരുന്നു. അതെ, എടുത്തെറിയാൻ വേണ്ടിയായിരുന്നോ? എന്റെ കൂടെ നടക്കുന്നതാണ് നമ്മളൊക്കെ ടീം. ഇവനും അല്ല ഇവൻ നീ ഒറ്റയ്ക്കാ. എവിടെയാണ് മോഹൻ? 1 2 3 4 5 ഞങ്ങൾ ഒരു ടീമാ. ഇവ എവിടുന്ന് ഇതിൽ വന്നിരുന്നു? ആ വഴി പിന്നെ പോയി തിരിച്ചു പോകാൻ പറ്റില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.
മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.